ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. നല്ല മുട്ടൻ അയില കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അതൊരു മുളക് കറി വെച്ചേക്കാൻ കരുതി കേട്ടോ. മുളക് കറി വെക്കുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. പച്ചക്കറി വെക്കാമെന്നാണ് കരുതിയത്. അപ്പോഴാണ് ഓർത്തത് കുറച്ച് കപ്പ ഇരിപ്പുണ്ടല്ലോ, എന്നാൽ പിന്നെ മുളക് കറി വെച്ചേക്കാം. അപ്പം കപ്പയും കുഴച്ച് കുറച്ച് മുളക് കറിയൊക്കെ അങ്ങോട്ട് കപ്പയുടെ മുകളിലോട്ട് ഒഴിച്ച് നിറച്ചങ്ങോട്ട് ഒഴിച്ച് നല്ല കുഴച്ചങ്ങടിച്ചേക്കാന്ന് കരുതി. അപ്പോൾ മുളക് കറിക്ക് വേണ്ടി ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം ചതച്ച് വഴറ്റി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കുടംപുളി ഇട്ട് അടച്ച് വെച്ച് വേവിച്ച് പറ്റി വന്നപ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് തൈര് ഇപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മോരും കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് എന്തെങ്കിലും ഒഴിച്ചറി വേണം. പിള്ളേർ എൻ്റെ നല്ല രണ്ട് പിള്ളേരാണ് കേട്ടോ. നല്ല മുളക് കറി ഒന്നും കൂട്ടാത്ത നല്ല രണ്ട് കുട്ടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അവർക്ക് മഞ്ഞക്കറി മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നേ. അത് ഞാൻ ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞിട്ട് ഒരു മെഴുക്കുരട്ടി ആക്കി കുറച്ച് ചതച്ച മുളക് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, വറ്റൽ മുളക് കേട്ടോ. പിന്നെ നമ്മുടെ കപ്പ എടുത്തിട്ടുണ്ടായിരുന്നു. കപ്പ ഞാൻ വിചാരിച്ചത് വേകാത്ത കപ്പയായിരിക്കുമെന്ന്, പക്ഷേ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൈസ്, ഇതെല്ലാം ഉണ്ടാക്കി വെക്കാനേ പറ്റുള്ളൂ, എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കുറച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നാണ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.